വിലാപങ്ങൾ അധ്യായം 1. ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിതാ വിധവയെ പോലെ ആയിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു. രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു. അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല. അവളുടെ സുഹൃത്തുക്കളെല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു. അവർ അവളുടെ ശത്രുക്കളായി തീർന്നു. നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനയായി യൂദാ നാടുകടത്തപ്പെട്ടു. വിശ്രമിക്കാൻ ഇടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു. അവളെ അനുധാവനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വെച്ച് അവളെ പിടികൂടി. സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല. അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു. അവളുടെ പുരോഹിതന്മാർ നെടുവീർപ്പിടുന്നു. അവളുടെ തോഴിമാരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവൾ കഠിനയാതനയ്ക്കിരയായി. ശത്രുക്കൾ അവളുടെ അധിപന്മാരായി. അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു. എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു. ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു. അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനുകളെ പോലെയായി. അനുധാവനം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ദുർബലരായി പലായനം ചെയ്തു. പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറൂസലം പണ്ട് മുതലേ തൻ്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു. അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു. അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു. ജെറൂസലേം കഠിനമായി പാപം ചെയ്തു. അങ്ങനെ അവൾ മലിനയായി. അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ്. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. കർത്താവേ, എൻ്റെ പീഡനം അവിടുന്ന് കാണണമേ. എൻ്റെ ശത്രു വിജയിച്ചിരിക്കുന്നു. ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളിന്മേലെല്ലാം കൈവച്ചിരിക്കുന്നു. അങ്ങയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തൻ്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു. അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവീർപ്പിടുന്നു. തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു. കർത്താവെ, കടാക്ഷിക്കണമേ, ഞാൻ നിന്ദനമേൽക്കുന്നു. കടന്നു പോകുന്നവരെ, നിങ്ങൾക്കിത് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ, കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ? ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു. എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു. അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വല വിരിച്ചു. അവിടുന്ന് എന്നെ നിലം പതിപ്പിച്ചു. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു. ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ടുകിടന്നു. എൻ്റെ അകൃത്യങ്ങൾ ഒരു നുകമായി കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു. അവ എൻ്റെ കഴുത്തിൽ വെച്ചു. എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു. എനിക്ക് എതിർത്ത് നിൽക്കാനാവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ മധ്യത്തിലുള്ള എല്ലാ ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു. എൻ്റെ യുവാക്കളെ തകർക്കാൻ അവിടുന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി. കർത്താവ് യൂദായുടെ കന്യകയായ പുത്രിയെ മുന്തിരിച്ചക്കിൽ എന്ന പോലെ ചവിട്ടിഞ്ഞെരിച്ചു. ഇവ മൂലം ഞാൻ വിലപിക്കുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല. ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി. സിയോൻ കൈനീട്ടുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. യാക്കോബിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു.
ജെറുസലം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി നീതിയുക്തമാണ്. ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു. ജനതകളെ കേൾക്കുവിൻ, എൻ്റെ ദുരിതങ്ങൾ കാണുവിൻ. എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാടുകടത്തപ്പെട്ടു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, എന്നാൽ അവരെന്നെ വഞ്ചിച്ചു. തളർന്നു പോകാതിരിക്കാൻ ആഹാരം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു. കർത്താവെ കാണണമേ, ഞാൻ ദുരിതത്തിലാണ്. എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം വിങ്ങുന്നു. എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു. നഗരവീഥികളിൽ വാൾ വിയോഗദുഃഖം വിതയ്ക്കുന്നു. വീടിനകം മരണതുല്യമാണ്. കേൾക്കണമേ, ഞാൻ എത്ര നെടുവീർപ്പിടുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ ശത്രുക്കൾ എൻ്റെ കഷ്ടതകളെപ്പറ്റി കേട്ടു. അങ്ങ് ഇത് വരുത്തിയതിനാൽ അവർ ആനന്ദിക്കുന്നു. അവിടുന്ന് പ്രഖ്യാപിച്ച് ദിനം വരുത്തണമേ, അവരും എന്നെപ്പോലെ ആകട്ടെ. അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ. എൻ്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ. എന്തെന്നാൽ ഞാൻ അത്യധികം നെടുവീർപ്പിട്ട് കരയുന്നു, എൻ്റെ ഹൃദയം തളരുന്നു. The Book of Lamentations, Chapter 1. How lonely she is now, the once crowded city. Widowed is she who was mistress over nations. The princess among the provinces has been made a toiling slave. Bitterly she weeps at night, tears upon her cheeks, with not one to console her of all her dear ones. Her friends have all betrayed her and become her enemies. Judah has fled into exile from oppression and cruel slavery. Yet where she lives among the nations she finds no place to rest. All her persecutors come upon her where she is narrowly confined. The roads to Zion mourn for lack of pilgrims going to her feasts. All her gateways are deserted, her priests groan, her virgins sigh. She is in bitter grief. Her foes are uppermost, her enemies are at ease. The Lord has punished her for her many sins. Her little ones have gone away captive before the foe. Gone from daughter Zion is all her glory. Her princes, like rams that find no pasture, have gone off without strength before their captors. Jerusalem is mindful of the days of her wretched homelessness, when her people fell into enemy hands, and she had no one to help her, when her foes gloated over her, laughed at her ruin. Through the sin of which she is guilty, Jerusalem is defiled. All who esteemed her think her vile now that they see her nakedness. She herself groans and turns away. Her filth is on her skirt. She gave no thought how she would end. Astounding is her downfall, with no one to console her. Look, O Lord, upon her misery, for the enemy has triumphed. The foe stretched out his hand to all her treasures. She has seen those nations enter her sanctuary, whom you forbade to come into your assembly. All her people groan, searching for bread. They give their treasures for food, to retain the breath of life. Look, O Lord, and see how worthless I have become. Come, all you who pass by the way, look and see whether there is any suffering like my suffering, which has been dealt me when the Lord afflicted me on the day of his blazing wrath. From on high he sent fire down into my very frame. He spread a net for my feet and overthrew me. He left me desolate in pain all the day. He has kept watch over my sins. By his hand they have been plaited. They have settled about my neck. He has brought my strength to its knees. The Lord has delivered me into their grip. I am unable to rise. All the mighty ones in my midst the Lord has cast away. He summoned an army against me to crush my young men. The Lord has trodden in the winepress virgin daughter Judah. At this I weep, my eyes run with tears. Far from me are all who could console me, any who might revive me. My sons were reduced to silence when the enemy prevailed. Zion stretched out her hands, but there was no one to console her. The Lord gave orders against Jacob for his neighbors to be his foes.
Jerusalem has become in their midst a thing unclean. The Lord is just, I had defied his command. Listen, all you peoples, and behold my suffering. My maidens and my youths have gone into captivity. I cried out to my lovers, but they failed me. My priests and my elders perished in the city. Where they sought food for themselves, they found it not. Look, O Lord, upon my distress. All within me is in ferment. My heart recoils within me from my monstrous rebellion. In the streets the sword bereaves, at home death stalks. Give heed to my groaning. There is no one to console me. All my enemies rejoice at my misfortune. It is you who have wrought it. Bring on the day you have proclaimed, that they may be even as I. Let all their evil come before you. Deal with them as you have dealt with me for all my sins. My groans are many, and I am sick at heart.